RSS കൂടിക്കാഴ്ച വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെന്ന് സൂചന. ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും എന്ന വിവരം പുറത്തുവരുന്നു. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്ന ചില സൂചനകൾ. മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് നടപടി എന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇന്ന് PV അൻവർ സംസാരിക്കുന്ന ഘട്ടത്തിലും നടപടി എവിടെ എന്നുള്ള ചോദ്യം ശക്തമായി ഉയർത്തുന്നത് നമ്മൾ കണ്ടു. വിശ്വസ്തനെ കൈവിടുകയാണോ മുഖ്യമന്ത്രി? ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് ഷഫീദ് റാവുത്തർ? അർജിത, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ തിരക്കിട്ട നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. ഞായറാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രി എത്തുക അത്യസാധാരണമായ സാഹചര്യത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. പക്ഷേ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി രാത്രി വൈകി സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. അതിനുശേഷം അദ്ദേഹം 1 മണിക്കൂറോളം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ചിലവഴിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരമനുസരിച്ച് ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഉത്തരവ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ആഭ്യന്തര വകുപ്പിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കാനുള്ള തീരുമാനം, ആ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. CPI കാത്തിരിപ്പിലാണ്. ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ CPI ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. CPI നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയാണ്. CPI ആ വിധത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മഞ്ചേശ്വരത്തെ മഞ്ചേരിയിലെ വേദിയിൽ PV അൻവർ പറഞ്ഞവസാനിപ്പിച്ചത് നടപടി എടുക്കുന്നില്ല, നടപടി വൈകുന്നു, റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മറുപടി. എന്നിട്ട് നടപടി എടുത്തോ, നടപടി എവിടെ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ആ ചോദ്യം ഉന്നയിക്കുന്ന അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് തിരക്കിട്ട നീക്കങ്ങൾ സെക്രട്ടേറിയറ്റിലും ആഭ്യന്തര വകുപ്പിലും നടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. DGP റിപ്പോർട്ടിൽ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൗരവമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം പരാമർശിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രമസമാധാന ചുമതലയിരിക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ ADGP സ്വകാര്യ സന്ദർശനം നടത്തിയെന്ന് പറയുമ്പോൾ അക്കാര്യം തെളിയിക്കുന്നത്, അതല്ലെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഉള്ളടക്കം അത് വ്യക്തമാക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അത് അറിയിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ല DGP ഷേഖ് ദർവേഷ് സാഹിബിന്. അതുകൊണ്ട് തന്നെയാണ് ADGP RSS കൂടിക്കാഴ്ചയിൽ വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. നടപടി ഏത് കാര്യത്തിന് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണോ, അതോ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഇതിനോടകം തന്നെ DGPയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും നോട്ടുകളുണ്ട്, ആ നോട്ടിന്മേലാണോ നടപടി എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. രാഷ്ട്രീയ കേരളം കഴിഞ്ഞ 1 മാസമായി കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിശ്വസ്തനെ കൈവിടുമോ എന്നറിയാൻ. പക്ഷേ കൈവിടുന്ന തരത്തിലേക്കുള്ള സൂചനകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും കാര്യമായൊരു നീക്കത്തിലേക്ക് വരും. അതൊരു ജനറൽ ട്രാൻസ്ഫറിൻ്റെ രൂപത്തിൽ വരുമോ, അതല്ല എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വീഴ്ച ചൂണ്ടിക്കാട്ടി റിമാർക്കോടുകൂടി ഒരു ഉത്തരവായിരിക്കുമോ പുറത്തു വരിക എന്നുള്ള കാര്യം മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. ഇന്ന് രാവിലെയോടുകൂടി മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അതേപോലെ തന്നെ മറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള CM രവീന്ദ്രൻ അടക്കമുള്ള ആളുകളും അതേപോലെ KK രാഗേഷും കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചത് ദിവസം നടക്കാറുള്ള, സാധാരണ മുഖ്യമന്ത്രി ഞായറാഴ്ച ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ നടക്കാറുള്ള തരത്തിലേക്കുള്ളൊരു മീറ്റിംഗ് എന്നുള്ള കാര്യം, ഒരു കൂടിക്കാഴ്ച എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വിശദീകരണമെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്, ഗൗരവമുള്ള പ്രസക്തിയുണ്ട്. ആ മീറ്റിങ്ങിന് ശേഷം ഇന്ന് രാത്രി വൈകി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. 1 മണിക്കൂറോളം അദ്ദേഹം ഓഫീസിൽ ചിലവഴിക്കുന്നു. അവിടെയും തിരക്കിട്ട ചില കൂടിക്കാഴ്ചകൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവിന്മേൽ ഇനി ADGP എങ്ങാനും കോടതിയിൽ പോയാൽ അത് സർക്കാരിന് തലവേദന പിടിക്കേണ്ടി വരും. കാരണം മുൻപ് സമാനമായ ഒരു DGPയുടെ അവസ്ഥ അത് സർക്കാരിന് മുൻപിലുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ പരിശോധിച്ച ശേഷം അല്പസമയത്തിനുള്ള ഉത്തരവ് പുറത്തിറങ്ങും എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും സുപ്രധാനമായിട്ടുള്ള നീക്കം അത് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ പലതരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനം ക്യാമ്പ് ഹൗസിലെ മരമുറി സ്വർണ്ണക്കടത്തിലെ പങ്കുപറ്റൽ, എടവണ്ണ റിദാൻ കൊലപാതകം, മാമി തിരോധാന കേസ്, അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുന്ന
തീരുമാനിച്ചിരിക്കുന്നു. ADGP RSS കൂടിക്കാഴ്ച ബോംബ് അതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്താമെന്ന് പിന്നീട് തീരുമാനിക്കുന്നു. രണ്ടാമതൊരിക്കൽ വിളിച്ചു വരുത്തി, പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ADGP MR അജിത് കുമാറിന്റെ മൊഴി അത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് രേഖപ്പെടുത്തുന്നു. അതിനിടയിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ട് DGPക്ക് മുൻപിലെത്തുന്നു. ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈമാറും മുൻപ് ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവത്തിലുള്ള ഒരു പരാമർശം അത് DGP നടത്തുന്നു. അത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ADGPക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. DGP അങ്ങനെ ADGPയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വരാൻ കാരണങ്ങൾ പലതുണ്ട്. മുഖ്യമന്ത്രി വിശ്വസ്തനെ കൈവിട്ടു തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയമായി CPM-ന് ഈ പ്രതിസന്ധി മറികടക്കുക അത് വലിയ തലവേദനയാണ്. കാരണം നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. മലപ്പുറം വിവാദം, PR വിവാദം, ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണം അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നാളെ നിയമസഭാ തലത്തിലേക്ക് നിയമസഭയിലേക്ക് പ്രതിപക്ഷം എത്തിക്കും. അങ്ങനെ രാഷ്ട്രീയ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ട് പ്രതിപക്ഷം എത്തുമ്പോൾ പ്രതിരോധിക്കാൻ തങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അതല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ സ്വന്തം പക്ഷത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയം അത് CPM-നെ അലട്ടുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ഒരു തീരുമാനം അതല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കാൻ ADGP MR അജിത് കുമാറിനെതിരെ നടപടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റീജിത്ത, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങും നടപടിയുമായി ബന്ധപ്പെട്ടെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രാത്രി അല്പനേരം കൂടി ഓഫീസിൽ മുഖ്യമന്ത്രി തുടരുന്ന നിലയുണ്ടായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയിലാണോ ഉയർന്നിരിക്കുന്ന ആരോപണ പരമ്പരകൾ തന്നെയുണ്ട്. അതിൽ എന്താണ് ആ അന്വേഷണ റിപ്പോർട്ടിലെ ചില ഉള്ളടക്കങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, ക്രമസമാധാന ചുമതലയിലിരിക്കെ RSSുമായുള്ള കൂടിക്കാഴ്ച അതിലാണെങ്കിലും അതുപോലെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണെങ്കിലും ഒക്കെ ADGPക്ക് വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തൽ കൂടി അവിടെയുണ്ട്. ഏറ്റവും പ്രധാനം ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. നാളെ നിയമസഭാ സമ്മേളനത്തിന് വീണ്ടും തുടക്കമാകാൻ പോകുന്നു. നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആയുധത്തിന് മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതിനു മുമ്പേ തന്നെ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണോ, മറ്റെന്തെങ്കിലും നടപടിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയാം.